ഹായ്, ഞാനിപ്പോൾ വന്നതെന്താണെന്ന് വെച്ചാൽ മനുഷ്യരുടെ മനോഭാവത്തിനെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാട്ടോ. നമ്മുടെ ഇടയിൽ പലതരം മനുഷ്യരുണ്ടല്ലേ. പെട്ടെന്ന് കരയുന്നവർ, പെട്ടെന്ന് ചിരിക്കുന്നവർ, അങ്ങനെ പലതരത്തിലുള്ള ആൾക്കാർ. പറയാൻ പോകുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, കഴിഞ്ഞ ദിവസം IM വിജയൻ്റെ മോൻ്റെ കല്യാണം നടന്നായിരുന്നേ. അപ്പോൾ അതിൽ കമൻറ്റ് സെക്ഷനിൽ ഞാനൊരു കമൻറ്റ് കണ്ടു. പുലയക്കൂട്ടങ്ങൾ വേടനും കൂടി ഉണ്ടാവണമായിരുന്നു എങ്കിൽ കോളം തികഞ്ഞേനെ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എന്തായാലും അങ്ങനെയൊക്കെ നമ്മുടെ ഈ 2026 കാലഘട്ടത്തിലും ജാതി പറയുന്നില്ലെന്ന് പറഞ്ഞാലും ഈ പറയുന്ന ആൾക്കാർ തന്നെ പറയുന്നുണ്ടെന്ന് നമുക്കറിയാം അല്ലേ. എനിക്കങ്ങനെ ഫീൽ ചെയ്തേക്കുന്നത്. എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഈ 2026 മുമ്പത്തെ പഴയ കാലഘട്ടത്തിനേക്കാൾ ഇപ്പോൾ ഒന്നും കൂടി കൂടുതലാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. പിന്നെ അതൊക്കെ പോട്ടെ, ഇപ്പം ഞാൻ അതൊന്നും പറയാൻ വേണ്ടിയിട്ടല്ല വന്നത്. അങ്ങനെ ഓരോരുത്തരുടെ മനോഭാവത്തിനെ കുറിച്ച് ഇങ്ങനെ പറയുകയാണ്. അങ്ങനെ പറയുന്നില്ലെന്ന് പറയുന്നവരാണ് പറയുന്നത് ഏറ്റവും കൂടുതൽ ജാതി പറഞ്ഞത്. അതൊരു മനോഭാവമല്ലേ. പിന്നെ അതുപോലെ തന്നെ അടുത്തൊരു മനോഭാവത്തിനെ കുറിച്ച് പറയാം. എപ്പോഴും രണ്ടാമത്തെ ഒരു മനോഭാവക്കാരെന്ന് വെച്ചാൽ നമുക്ക് സ്വയം അനുഭവത്തിൽ നിന്ന് ഒരാളെ ജഡ്ജ് ചെയ്യുന്ന സ്വഭാവക്കാരല്ല. മറ്റൊരാൾ പറയുന്നത് കേട്ട് വേറൊരാളെ ജഡ്ജ് ചെയ്യുന്ന ആൾക്കാരുണ്ട് ഇല്ലേ. മറ്റൊരാൾ പറയുന്ന എന്നാൽ ചിലപ്പോൾ അയാളോട് നല്ല രീതിയിലായിരിക്കും മറ്റൊരാൾ പെരുമാറുന്നത്, പക്ഷേ വേറൊരാൾ പറയുന്നത് കേട്ടിട്ട് വേറൊരാളെ ജഡ്ജ് ചെയ്യുന്ന ആൾക്കാരുണ്ട് അല്ലേ. പക്ഷേ അയാൾ നല്ലൊരാളായിരിക്കണം. ഈ പറഞ്ഞു കൊടുക്കുന്ന ആളായിരിക്കും ചിലപ്പോൾ ഏറ്റവും വലിയ വിഷജന്തു. അങ്ങനെയുള്ള ആൾക്കാരുണ്ട് നമ്മുടെ ഇടയിൽ. പിന്നെ ചിലവരുണ്ട് എന്ത് കേട്ടാലും ഒന്നിനും പ്രവർത്തിക്കില്ല, എതിരെ നിൽക്കില്ല. കാര്യം അവരുടേതായ ഒരു സ്റ്റാൻഡിൽ നിൽക്കുന്ന ആൾക്കാരുണ്ട്. നമ്മൾ ആരെന്ത് പറഞ്ഞാലും നീ പറയുന്നത് പോലെയല്ല, എനിക്ക് അവരെക്കുറിച്ച് അറിയാം, അവരെൻ്റെ അടുത്ത് ഇങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത്, അപ്പോൾ അതുകൊണ്ടിട്ട് എനിക്ക് അവരെക്കുറിച്ച് അറിയാം. അപ്പോൾ ഇയാൾ എന്ത് പറഞ്ഞാലും ചെവി കൊള്ളാതെ നമ്മുടെ സ്റ്റാൻഡിൽ ഉറച്ചു നിൽക്കുന്ന ആൾക്കാരുണ്ട് അല്ലേ. ശരിക്കും പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ നമ്മുടെ ഈ സമൂഹത്തിലുള്ളത് കോമാളികളാണ് എന്നാണ് ഞാൻ പറയുള്ളൂ. കാരണം മറ്റുള്ളവർ പറഞ്ഞു കേട്ട് മാത്രം വിശ്വസിച്ച് പ്രവർത്തിക്കുന്ന ആൾക്കാർ, അല്ലാതെ നമ്മൾ കണ്ണി കാണുന്നതോ ചെവി കേൾക്കുന്നതോ മാത്രം വിശ്വസിക്കുന്ന ആൾക്കാരല്ല. മറ്റുള്ളവരെന്ത് പറയുന്നോ അത് കാത് മറിഞ്ഞ് ഈ കാതിലെത്തുമ്പോൾ പല രീതിയിലാവും. അങ്ങനെയുള്ള ആൾക്കാരും ഉണ്ട്. അപ്പോൾ എനിക്ക് അതിനെക്കുറിച്ചൊക്കെ പറയാൻ തോന്നിയോണ്ടിട്ടാണ് ഞാനിപ്പോൾ പറഞ്ഞത് കേട്ടോ. എനിക്കും അനുഭവമുണ്ട്, അതുകൊണ്ടിട്ടാണ് ഞാൻ പറഞ്ഞത്. അല്ലാണ്ട് ഞാൻ ഒളിച്ചു വെക്കുന്നതല്ല, എനിക്കും ഇതേ അനുഭവമുണ്ട്. ചിലപ്പോൾ നമ്മളൊന്നും പറഞ്ഞ് പ്രവർത്തിച്ചിട്ടുണ്ടാവില്ല, അപ്പോഴായിരിക്കും നമ്മൾ ആരോടും ചിലപ്പോൾ ഒന്നും ചെയ്തിട്ടുണ്ടാവില്ല, നമ്മൾ വായ്മനസ്സറിയാത്ത കാര്യമായിരിക്കും അപ്പുറം പോയി വേറെ രീതിയിൽ പറഞ്ഞു കൊടുത്ത് അവിടെ വേറെ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കി വെക്കുന്നത്. അപ്പോൾ അവർ കേൾക്കുന്ന ആൾക്കാർ അതേ രീതിയിൽ നമ്മൾ ജഡ്ജ് ചെയ്യും, നമ്മൾ അങ്ങനത്തെ ആൾക്കാരാണെന്നും പറഞ്ഞ്. പക്ഷെ നമ്മൾ എങ്ങനെയുള്ള ആൾക്കാരാണെന്ന് നമുക്കറിയാം. പിന്നെ അങ്ങനെയുണ്ട്, ആരെന്ത് പറഞ്ഞാലും അതൊന്നും വകവയ്ക്കാതെ നല്ല രീതിക്ക് മുമ്പോട്ട് പോകുന്ന ആൾക്കാരും ഉണ്ട് നമ്മുടെ ഇടയിൽ. പിന്നെ വേറൊരു തരം ആൾക്കാർ, നാലാമത്തെ ആൾക്കാരുടെ കാര്യമാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത്. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കുറേ കാലങ്ങളായിട്ട് നമ്മളൊരു സ്ഥലത്ത് പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് നമ്മുടെ മാത്രം പ്രശ്നമല്ല. അതാദ്യം ചിന്തിക്കണം. നമ്മൾ നമ്മുടെ കാര്യം നോക്കി ജീവിച്ച് നടക്കണം. നമ്മൾ ആരെയും ബുദ്ധിമുട്ടിക്കാനോ അല്ലെങ്കിൽ ആർക്കെതിരെ എന്തെങ്കിലും ചെയ്യാനോ ഒന്നിനെ പോകുന്നില്ല. നമ്മൾ നമ്മുടെ കാര്യം നോക്കി ജീവിക്കുന്നു അല്ലേ. അങ്ങനെയല്ലേ വേണ്ടത്. ആർക്കും ഒരു ദ്രോഹം ചെയ്യാനോ അല്ലെങ്കിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ട് ചെയ്യാനോ ഒന്നും നമ്മൾ പോകുന്നില്ല. നമ്മൾ ജീവിക്കുന്നു, നമ്മൾ ജോലി ചെയ്യുന്നു, ജീവിക്കുന്നു, നമ്മുടെ കാര്യം നോക്കി മുമ്പോട്ട് പോകുന്നു. അതിൻ്റെ ഇടയ്ക്ക് നിങ്ങളെന്താ കുറേ കാലങ്ങളായിട്ട് വരുന്നില്ലല്ലോ, നിങ്ങൾ എന്തുകൊണ്ട് വരുന്നില്ല, നിങ്ങൾക്ക് വരാൻ പാടില്ലേ, നിങ്ങൾക്ക് അവിടെ പോകാൻ പാടില്ലേ എന്നൊക്കെയുള്ള ഒരുപാട് ചോദ്യം നമ്മളോട് ഉന്നയിക്കുന്ന ആൾക്കാരുണ്ട്. ഈ പറഞ്ഞ ആൾക്കാർ നമ്മുടെ അടുത്തേക്കും വരാവർക്ക് അല്ലേ. എപ്പോഴെങ്കിലും നമ്മളെ അന്വേഷിക്കാം, എപ്പോഴെങ്കിലും നമ്മുടെ അടുത്തേക്കും വരാം. എന്നിട്ട് അവരുടെ ഒരു ഇത് മാറ്റാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്തുകൊണ്ട് വന്നില്ല എന്ന് ചോദിക്കുന്ന ആൾക്കാരുണ്ട് ചിലർ. പിന്നെ പൈസയുടെ മൂല്യം കാണിക്കുന്ന ആൾക്കാരുണ്ട് നമ്മുടെ ഇടയിൽ. എനിക്ക് കുറേ ക്യാഷുണ്ട്, അവർക്ക് കുറേ ക്യാഷില്ല, അങ്ങനെ ജീവിക്കുന്ന ആൾക്കാരുണ്ട്. എനിക്ക് പറയുന്നത് മനുഷ്യരെല്ലാവരും ഒരുപോലെ തന്നെയാണ് എല്ലാവരും അല്ലേ. അതിൽ നിറത്തിന് വ്യത്യാസം ഉണ്ടാവും, പിന്നെ രൂപത്തിന് വ്യത്യാസം ഉണ്ടാവും. എനിക്ക് തോന്നുന്നത് അങ്ങനെ മാത്രമേ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നുള്ളൂ. പക്ഷെ മനുഷ്യരെ മനുഷ്യരായിട്ട് കാണാൻ തന്നെ പഠിക്കുക, ബന്ധങ്ങളെ ബന്ധങ്ങളായിട്ട്. നമുക്ക് നല്ല ബന്ധങ്ങൾ എപ്പോഴും നന്നായിട്ട് തന്നെ മുമ്പോട്ട് കൊണ്ടുപോവുക. എപ്പോഴും ബന്ധങ്ങളും ബന്ധുക്കളും കൂട്ടുകാരും എല്ലാവരും വേണം. ആ ബന്ധങ്ങൾ നമ്മൾ നല്ല രീതിക്ക് തന്നെ മുമ്പോട്ട് കൊണ്ടുപോകും. അല്ലാണ്ട് മറ്റുള്ളവർ പറയുന്നത് കേട്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും രീതിയിലോ അങ്ങനെ നമുക്ക് നമ്മുടെ രീതിയിലൊരു വിലയിരുത്തൽ എല്ലാവരിലും ഉണ്ടാവണം. അല്ലാണ്ട് മറ്റുള്ളവർ പറഞ്ഞു കേട്ട് വിശ്വസിച്ച് പ്രവർത്തിക്കുന്ന ആൾക്കാരായിരിക്കരുത് നമ്മൾ. അതാണ് എനിക്ക് പറയാനുള്ളത്.